പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്ന് പി.ജെ. ജോസഫ് എം.എൽ.എ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 9 വർഷത്തെ ജനവഞ്ചനകൾക്കെതിരെ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിച്ച സർക്കാരാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നതെന്നും പി.ജെ. ജോസഫ് ആരോപിച്ചു. കട്ടപ്പന നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ വെച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പരിപാടിക്ക് മുന്നോടിയായി ഇടുക്കി കവലയിൽ നിന്നും നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം നടന്നു. റാലി കട്ടപ്പന മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമ്പോൾ പ്രതിഷേധ കൂട്ടായ്മ ആരംഭിക്കുകയാണ്. തുടർന്ന് നടന്ന യോഗം പി.ജെ. ജോസഫ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത്. ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിച്ച സർക്കാരാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നതെന്നും പി.ജെ. ജോസഫ് ആരോപിച്ചു. ഈ കട്ടപ്പനയിൽ തന്നെ വെച്ചാണ് മുഖ്യമന്ത്രി ഇടുക്കിക്ക് ഒരു പാക്കേജ് 12,000 കോടി രൂപയുടെ പാക്കേജ്. ആ 12,000 കോടിയിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് 40 കോടിക്ക് മാത്രമേ ഭരണാനുമതി നൽകിയിട്ടുള്ളൂ. 4 കൊല്ലങ്ങളായി 75 കോടി രൂപ വെച്ച് ബഡ്ജറ്റിൽ കൊടുത്തിരുന്നു. പക്ഷേ ഇത്തവണത്തെ ബഡ്ജറ്റിലില്ല. അപ്പോൾ ഇടുക്കി പാക്കേജ് എന്തായി എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ? ഈ മേഖലയിൽ കർഷകരെല്ലാം ബുദ്ധിമുട്ടിലാണ്. കാലാവസ്ഥാ വ്യതിയാനം, നിർമ്മാണ നിരോധനം, ഇങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നൊരു സമയമാണ്. ഇതെല്ലാം ഈ ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നോട് പറയണ്ടേ? വിലയിടിവ് കൊണ്ട് കർഷകർ ബുദ്ധിമുട്ടുന്നു, പട്ടയം കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നു, പട്ടയ നടപടികൾ ആകെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിയന്തരമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് യുഡിഎഫ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നടപടികൾ അവസാനിപ്പിക്കണം. കെടുകാര്യസ്ഥത നമ്മുടെ ഈ ജില്ലയിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രി റോഷി അഗസ്റ്റിന്റെയും വാക്കിന് ഇടുക്കിയിലെ ജനങ്ങൾ പഴഞ്ചാക്കിന്റെ വില പോലും നൽകില്ലെന്ന് യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കി ഇടുക്കിയിലെ ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് ഇടുക്കി എം.പി. ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ചിറ്റമ്മ നയമാണ് ഇടുക്കി ജില്ലയോട് സർക്കാർ കാണിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. യുഡിഎഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ എം.ജെ. ജേക്കബ്, എ.ഐ.സി.സി അംഗം അഡ്വക്കേറ്റ് ഇ.എം. അഗസ്തി, റോയ് കെ. പൗലോസ്, കെ.എസ്. സിയാദ്, സുരേഷ് ബാബു, എം.എൻ. ഗോപി, തോമസ് രാജൻ, അഡ്വക്കേറ്റ് സുരിയക് തോമസ്, തോമസ് പെരുമന, കെ.എം.എ. ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു.